ഹലോ, നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഔറംഗാബാദിലെ ഡ്യൂപ്ലിക്കേറ്റ് താജ്മഹലിലേക്കാണ്. ഡ്യൂപ്ലിക്കേറ്റ് താജ്മഹൽ എന്ന് പറയുമ്പോൾ കാണാൻ താജ്മഹൽ പോലെ തന്നെയാണ്, പക്ഷേ എങ്കിൽ ഷാജഹാൻ മുംതാസിന് വേണ്ടി പണിയിച്ചതല്ല. ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് പുറത്തെ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം. നമ്മൾ പോകുന്ന വഴികളിലെല്ലാം സൈഡിലൊക്കെ ആയിട്ട് വഴിക്കച്ചവടക്കാരുണ്ട് കേട്ടോ. നമ്മൾ ഇവിടെ എത്തിയത് ഒരു സന്ധ്യ സമയത്താണ്, അതുകൊണ്ട് തന്നെ കാണുന്ന കാഴ്ചകളെല്ലാം എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നൊന്നും അറിയില്ല. നമുക്കൊന്ന് കണ്ടു നോക്കാം. ബീബി കാ മക്ബറയുടെ മെയിൻ ഗേറ്റാണ് ഈ കാണുന്നത്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനായി സ്കാനർ വഴി ടോക്കൺ എടുക്കാം, ടിക്കറ്റ് കൗണ്ടർ വഴിയും ടോക്കൺ എടുക്കാം കേട്ടോ. സ്കാനർ വഴിയാണ് ടോക്കൺ എടുക്കുന്നതെങ്കിൽ പുറത്ത് തന്നെ സ്കാനർ കോഡ് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് സ്കാൻ ചെയ്താൽ മതി. ഇനി കൗണ്ടറിൽ പോയിട്ട് ടോക്കൺ എടുക്കണമെങ്കിൽ കുറച്ച് ഉള്ളിലോട്ട് കയറി ചെല്ലണം. നമ്മൾ ഏതായാലും കൗണ്ടറിൽ പോയിട്ട് ടോക്കൺ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൗണ്ടറിലേക്ക് നടക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഫോറിനേഴ്സിന് 300 രൂപയും ഇന്ത്യക്കാർക്ക് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്നതാണ് ഈ സ്ഥലങ്ങളെല്ലാം. നമ്മൾ ടിക്കറ്റ് എടുത്ത് വരുമ്പോൾ തന്നെ നല്ല ഇരുട്ടായി തുടങ്ങി. പിന്നെ ആ കാണുന്നതാണ് എൻട്രി ഗേറ്റ്. അടുത്ത് തന്നെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലം. ഇവിടെ പകൽ സമയത്താണെങ്കിൽ നല്ല ചൂടായിരിക്കും കേട്ടോ. ഇവിടെ സമ്മർ ടൈമിലെല്ലാം ചൂട് എക്സ്ട്രീമാണ്. അതുകൊണ്ടാണ് തോന്നുന്നു ഇവിടെ ഇപ്പോൾ നല്ല തിരക്കുണ്ട്. രാത്രി സമയത്താണെങ്കിൽ ചൂട് കുറവായിരിക്കുമല്ലോ, അതാണ് തോന്നുന്നു ആൾക്കാർ അധികം ഉണ്ട്. ഇതാണ് മെയിൻ ഗേറ്റ് വരുന്നത്. നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈ താജ്മഹൽ എങ്ങനെ ഇവിടെ വന്നു എന്നറിയണ്ടേ? ഷാജഹാനെ എല്ലാവർക്കും അറിയാലോ. ആ ഷാജഹാൻ്റെ മകനാണ് ഔറംഗസേബ്. ഷാജഹാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് താജ്മഹൽ പണിതത്. അതുപോലെ ഔറംഗസേബിൻ്റെ മകൻ സ്വന്തം അമ്മയ്ക്ക് വേണ്ടി പണിയിപ്പിച്ചതാണ് ഈ കാണുന്ന താജ്മഹൽ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് വരുന്നത്. മെട്രോ കോയിൻ പോലുള്ള ടിക്കറ്റാണ്. ഇവിടെയെല്ലാം ഇതുപോലുള്ള ടിക്കറ്റാണ് തോന്നുന്നു കൊടുക്കുന്നത്. നമ്മൾ ഇവിടെ എള്ളോറ പോയപ്പോൾ ഇതുപോലുള്ള ടിക്കറ്റല്ലേ നമുക്ക് കിട്ടിയത്. അങ്ങനെ ഇതിവിടെ കൊടുത്തിട്ട് അകത്ത് കയറാം. ഇന്ന് നല്ല തിരക്കുണ്ട് കേട്ടോ. കുറേ പേര് കണ്ടിട്ട് പുറത്തിറങ്ങുന്നവരുണ്ട്, കുറേ ആൾ കാണാൻ വേണ്ടിയിട്ട് കയറുന്നവരുണ്ട്. ഇതാണ് നമ്മളെ താജ്മഹൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ എടുക്കാനും കൂടി പറ്റുന്നുണ്ടായിട്ടാ, തിരക്കായതുകൊണ്ട്. അവിടെ സിമെൻ്റ് കൊണ്ടുള്ള ബെഞ്ചില്ലേ, അതിൽ ക്യൂ ആയിരുന്നു ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് ഔറംഗസേബിൻ്റെ വൈഫിനെ ഖബറടക്കിയ സ്ഥലം. ഇതാണ് രണ്ട് താജ്മഹൽ തമ്മിലുള്ള വ്യത്യാസം കാണാൻ കഴിയുന്നത്.
ശരിക്കുള്ള താജ്മഹലിൽ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും അടക്കം ചെയ്ത സ്ഥലം നേരെ ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെയാണെങ്കിൽ കുറച്ച് കുഴിയിലായിട്ടാണ് ഖബറടക്കിയിട്ടുള്ളത്. പിന്നെ താജ്മഹലിൽ ഫുള്ള് മാർബിളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് മാത്രമേ മാർബിൾ യൂസ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം സിമൻറ്റ് കൊണ്ടാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. വലിപ്പത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ യഥാർത്ഥ താജ്മഹലിനേക്കാളും വലിപ്പം കുറവാന്ന് തോന്നുന്നു ഈ താജ്മഹലിൽ കാണാൻ പറ്റുന്നത്. ഞാൻ എൻ്റെ കുറച്ച് വ്ളോഗിങ് വീഡിയോസെല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെൽഫി സ്റ്റിക്ക് ഫോൺ അങ്ങനെ കയ്യിൽ കിട്ടിയാട് നൈനു അങ്ങ് വ്ളോഗറായിട്ട് മാറിയതായി കാണുന്നതില്ല. പിന്നെ നൈനു വലുതായി കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് നോക്കി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പണ്ട് ചെയ്തിരുന്നില്ലേ അമ്മേ എന്ന് ചോദിക്കും എന്തായാലും അവൾ. പിന്നെ ഇതിലൊക്കെ കാണുമ്പോൾ എന്തായാലും ചിരിച്ച് മണ്ണൂത്തെന്ന് പറയില്ലേ, അതുപോലെ എന്തായാലും ഉണ്ടാവും. അതുകൊണ്ട് ഇതും കൂടി ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇവിടുത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.